ഓക്കെ ടു സ്പെൻഡ്. നമ്മൾ നോക്കാം, ഇപ്പൊ 10 പുഷപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 80 kg ഉള്ള ആള് 10 പുഷപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര കാലറി ബേൺ ആവുന്നത് ചുമ്മാ ഗൂഗിളൊക്കെ അറിയാൻ പറ്റും. സോ യു ക്യാൻ now get a calculation of how much calories you will spend by doing this many squats at home. അപ്പൊ എന്നിട്ട് നിങ്ങൾ നോക്കാം, ഞാനിപ്പോ ഇന്ന് ഞാൻ ഇത്ര റൈസ് കഴിച്ചു, അതിന്റെ ഒപ്പം കഴിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ ടോട്ടൽ കാലറി കൗണ്ട്. then you can also see by activity level how much calories you spend. അപ്പോ ഒരു നെഗറ്റീവ് എനർജി ബാലൻസിൽ നമ്മുടെ ബോഡിനെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ യു കീപ് സ്റ്റോറിങ് കാലറീസ്. ഞാൻ പറഞ്ഞു നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് 4000, 3500, 4000 കാലറീസും then your spending is 1800, 2000 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് you are storing about 1500 calories per day. Okay, അപ്പൊ അതില് 9 calories per 1 gram of fat എന്ന് പറയുന്ന വിധത്തിലാണ്. 9 calories per 1 gram of fat. 1 gram of fat ന്റെ yield എന്ന് പറഞ്ഞാൽ 9 calories ആണ്. 1500 calories ന് എത്ര gram of fat നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആവും ഡെയിലി, റൈറ്റ്? ആൻഡ് നമ്മുടെ ബോഡിയിൽ ഇനഫ് മെറ്റബോളിക്കലി ആക്റ്റീവ് ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ബേൺ ചെയ്ത് പറയാനുള്ള ചാൻസസ് പിന്നെ കുറയും. ഫാറ്റ് കൂടുതൽ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മളുടെ ആ പോയിന്റിലേക്ക് വരാം. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി ഈ വിധത്തിൽ ചിന്തിക്കാം. നമ്മുടെ ഫിറ്റ്നസിന്റെ മേജർ കമ്പോണൻസ് ചെറുതായിട്ട് ഓർക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഒന്നുമില്ല. നിങ്ങൾ ആരും എന്തായാലും 10 പുഷപ്പോ സ്ക്വാട്ടൊക്കെ ഒന്ന് എനിക്കോട് വിളിച്ച് ചെയ്യിപ്പിച്ചാലും ചെയ്യാനായിട്ട് ആരും റെഡി ആവുമെന്നും തോന്നല്ല. ഇറ്റ്സ് ലൈക്ക് വിൽ ബി ടു പെയിൻഫുൾ ഫോർ യു ടു ഗോ ഫോർ ദിസ് സച്ച് അഡ്വെഞ്ചർ. അപ്പൊ നമുക്ക് എന്തായാലും പോയിന്റ്സ് പറഞ്ഞിട്ട് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് വിൽ ഗോ ആൻഡ് ചെക്ക് ദ ബോഡി കോമ്പോസിഷൻ, റൈറ്റ്? അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ബോഡിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ട്. ഇത് പെട്ടെന്ന് പറഞ്ഞോ, ഫിറ്റ്നസിന് നമ്മൾ ഇങ്ങനെ കമ്പോണൻസ് ആയിട്ട് ആണ് എപ്പോഴും പറയുന്നത്. ഇതിൽ മസ്കുലർ സ്ട്രെങ്ത്, മാക്സിമൽ ഫോഴ്സ് ഇൻ മസിൽ ഓർ മസിൽ ഗ്രൂപ്പ് കാൻ എക്സെപ്റ്റ് ഡ്യൂറിംഗ് എ കോൺട്രാക്ഷൻ. അതായത് നമ്മൾക്ക് ഒരു ഇപ്പൊ നമ്മളോട് താഴ്ന്ന ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യണം, അത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഹെവിയർ ലോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ മാക്സിമം ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്താലാണ് അത് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ പറ്റില്ല, അതിനേക്കാൾ കൂടുതലുള്ള ഹെവിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്തോരം മാക്സിമം ബലം ഒരു പർട്ടിക്കുലർ മസിൽ ഉണ്ട്. കൈ കൊണ്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കൈയുടെ കാര്യം, നമ്മളിപ്പോ ഒരാളെ എടുത്തിട്ട് താഴെ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിന്റെ മസിൽ അല്ല, അത് മാക്സിമം ഫോഴ്സ് നമ്മൾക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സ് ആണ് നമ്മുടെ മസ്കുലർ സ്ട്രെങ്ത്. ഓക്കെ, ഇപ്പൊ ഒരാള് ആം റെസ്ലിംഗിന് യൂസ് ചെയ്യുന്ന അയാളുടെ മാക്സിമം ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അഗേൻസ്റ്റ് ഹിസ് ഓപ്പണന്റ്, റൈറ്റ്? പക്ഷെ ആ ആൾക്ക് തന്നെ ചിലപ്പോ